1956 ജൂലൈ 8 അന്ന് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനടുത്തുള്ള ചെങ്ങളം ചന്ത മൈതാനത്ത് കോൺഗ്രസിന്റെ ഒരു യോഗം നടന്നു. ആ യോഗത്തിനിടയിലേക്ക് ഇരച്ചുകയറിയ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ കയ്യാങ്കളിയിൽ 2 കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. 6 പേർക്ക് കത്തിക്കുത്തേറ്റു. ആനിക്കാട് വടക്ക് ചെങ്ങളം വലിയ പറമ്പിൽ ദേവസി എന്ന 35കാരനും ആനിക്കാട് തേനിപ്ലാക്കൽ ആന്റണി എന്ന 19കാരനുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ടത്. ഈ സംഭവം വലിയ ജനരോഷത്തിനിടയാക്കി. കേസിലെ 1-ാം പ്രതിയായ കല്ലൂർ രാമൻപിള്ളയ്ക്കും 2-ാം പ്രതി വെള്ളാവൂർ മുണ്ടയിൽ ഹസൻ റാവുത്തർക്കും ജീവപര്യന്തം ശിക്ഷ കിട്ടി. 3-ാം പ്രതി ഇളംപള്ളി ഐക്കര വീട്ടിൽ ശിവരാമൻ നായർക്കും 5-ാം പ്രതി വിളക്കുമാടം പുത്തൻപുരയ്ക്കൽ മാധവൻ നായർക്കും 1 വർഷം കഠിന തടവ്. 8-ാം പ്രതി ഇളംപള്ളി ഐക്കനാട്ട് അയ്യപ്പന് 6 മാസം കഠിന തടവ്. 20 പ്രതികളുണ്ടായിരുന്ന ഈ കേസിൽ 15 പ്രതികളെയും കോടതി വിട്ടയച്ചു. വിധി പറഞ്ഞത് കോട്ടയം അഡീഷണൽ ആൻഡ് സെഷൻസ് ജഡ്ജി എം നാരായണ മേനോൻ. സാധാരണ രാഷ്ട്രീയ കേസുകൾക്കെല്ലാം മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേസിൽ അപ്പീലുമായി പോയില്ല. പ്രതികൾക്കെല്ലാം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയ 1-ാം പ്രതി കല്ലൂർ രാമൻപിള്ള നാട്ടിലെ തൻ്റെ തറവാട്ട് സ്വത്തെല്ലാം വിറ്റ് മലബാറിലേക്ക് കുടിയേറി. മലബാറിൽ വെച്ച് അയാൾ ആത്മഹത്യ ചെയ്തു. ചെങ്ങളം കേസ് നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകലക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന രാമൻപിള്ളയ്ക്ക് 30 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നന്നേ ചെറുപ്പത്തിൽ തന്നെ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ രാമൻപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായി വളരേണ്ട ആളായിരുന്നിട്ടും ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നകന്നു? എന്തിനാണ് അയാൾ നാട്ടിലെ സ്വത്തുക്കളെല്ലാം വിറ്റുപെറുക്കി മലബാറിലേക്ക് കുടിയേറിയത്? എന്തിനാണ് അയാൾ സ്വയം ജീവനൊടുക്കിയത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം, പക്ഷേ മിണ്ടില്ല. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക്. ജൂലൈ 8 ചന്ത മൈതാനത്ത് നടക്കുന്ന യോഗത്തിൽ DCC അധ്യക്ഷൻ PT ചാക്കോ അധ്യക്ഷത വഹിക്കുമെന്നുള്ള നോട്ടീസ് കോൺഗ്രസ് പ്രവർത്തകർ വിതരണം ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകർ ചന്ത മൈതാനത്തേക്ക് ഒഴുകിയെത്തി. എന്നാൽ വൈകുന്നേരം 5 മണിയായിട്ടും PT ചാക്കോ എത്തിയില്ല. അങ്ങനെ മൈലാടി പഞ്ചായത്ത് അംഗം ദേവസ്യ വർഗീസിന്റെ നേതൃത്വത്തിൽ യോഗം തുടങ്ങി. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 200ഓളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കടയനിക്കാട്ട് നിന്ന് പ്രകടനമായി ചന്ത മൈതാനത്തെത്തി. ഇളംപള്ളി നെയ്യാട്ടുശ്ശേരി റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളികളെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ചന്ത മൈതാനത്ത് യോഗം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ റോഡിൽ നിന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് വഴിയൊഴിഞ്ഞു നിന്നു. പക്ഷേ എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാരിലെ ഒരു കൂട്ടം കോൺഗ്രസിന്റെ യോഗസ്ഥലത്തേക്ക് ഇരച്ചുകയറി. അവരുടെ കയ്യിൽ കഠാരയും കത്തിയും അടക്കമുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ച് കോൺഗ്രസുകാരെ ആക്രമിക്കാൻ ഒരുങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരെ അവർ പ്രതിരോധിച്ചത് ചന്തയിൽ വിൽക്കാനായി വെച്ചിരുന്ന പൊതിച്ച തേങ്ങ കൊണ്ടായിരുന്നു. തേങ്ങ കൊണ്ടുള്ള ഏറിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കമ്മ്യൂണിസ്റ്റുകാർ തിരിഞ്ഞോടി. സംഘർഷം രൂക്ഷമായതോടെ പാമ്പാടി പോലീസ് സ്ഥലത്തെത്തി. ഇൻസ്പെക്ടർ ജോർജിന്റെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലെ 20 പേർ ആയുധങ്ങളുമായാണ് വന്നതെന്ന് കണ്ടെത്തി. എന്നാൽ ഇക്കൂട്ടത്തിൽ കല്ലൂർ രാമൻപിള്ളയുടെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ രാമൻപിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. റബ്ബർ തോട്ടം തൊഴിലാളികളുടെ സമരത്തിന് നേതൃത്വം നൽകിയത് കല്ലൂർ രാമൻപിള്ളയും കടയനിക്കാട് പുരുഷോത്തമൻ പിള്ളയുമായിരുന്നു. ചെങ്ങളം ചന്ത മൈതാനത്ത് നടത്തുന്ന യോഗത്തിൽ പ്രസംഗിക്കാൻ എത്തണമെന്ന് പുരുഷോത്തമൻ പിള്ള കൊടുത്തുവിട്ട കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാമൻപിള്ള ചന്ത മൈതാനത്തെത്തിയത്. പ്രതികൾ പിടിയിലായതോടെ കേസ് നടത്താനായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. 10 വർഷത്തെ കഠിന തടവ് കഴിഞ്ഞ് രാമൻപിള്ള പുറത്തിറങ്ങി. അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 2ആയി കഴിഞ്ഞിരുന്നു. അതോടെ ഏത് ഭാഗത്ത് നിൽക്കണമെന്ന ആശയക്കുഴപ്പത്തിലായി രാമൻപിള്ള. ഒടുവിൽ അദ്ദേഹം CPIയിൽ ചേർന്നു. അതോടെ CPM രാമൻപിള്ളയെ കൈവിട്ടു. CPIയിൽ ചേർന്നെങ്കിലും നേതാക്കൾ രാമൻപിള്ളയെ അകറ്റി നിർത്തി. എന്ത് കാരണം കൊണ്ടാണ് പാർട്ടി തന്നെ അകറ്റി നിർത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും രാമൻപിള്ളയ്ക്ക് മനസ്സിലായതേയില്ല. അതോടെ രാമൻപിള്ള വല്ലാതെ നിരാശനായി. അങ്ങനെ നിരാശനായ രാമൻപിള്ള കുടുംബ സ്വത്തായി കിട്ടിയ 10 ഏക്കർ ഭൂമിയും വീടും വിറ്റ് 1972 ജനുവരിയിൽ കുടുംബത്തെയും കൂട്ടി കോഴിക്കോട്ടെ മുക്കത്തേക്ക് താമസം മാറ്റി. മുക്കത്തെ ഫാത്തിമ എസ്റ്റേറ്റിൽ നിന്ന് രാമൻപിള്ള 10 ഏക്കർ തോട്ടം വാങ്ങി കല്ലൂർ എന്ന പേരിൽ ഒരു വീടും നിർമ്മിച്ചു. അപ്പോഴും രാമൻപിള്ളയുടെ പ്രതീക്ഷ പാർട്ടി തന്നെ തേടി എത്തുമെന്നായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അതോടെ വല്ലാതെ നിരാശനായ രാമൻപിള്ള മദ്യപാനത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. മദ്യം താളം തെറ്റിച്ച മനസ്സുമായി ജീവിച്ച ആ സഖാവ് പാർട്ടിയുടെ ചതിയിൽ മനം നൊന്ത് 1978 സെപ്റ്റംബർ 12 1 മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു. പാർട്ടിക്ക് വേണ്ടി തന്റെ യൗവനകാലം ഇരുമ്പഴികൾക്കുള്ളിൽ ഹോമിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ദാരുണമായ അന്ത്യം. ഏക്കർ കണക്കിന് ഭൂമിയും ജൗളിക്കടയും റേഷൻ കടയും ഒക്കെ ഉണ്ടായിരുന്ന പ്രമാണിയായിരുന്ന
ഇളംപള്ളി കല്ലൂർ വീട്ടിൽ അയ്യപ്പൻ പിള്ളയുടെ മകനായി 1927 രാമൻ പിള്ളയുടെ ജനനം. സ്കൂൾ പഠനകാലത്ത് എഴുത്തും വായനയുമൊക്കെയായിരുന്നു രാമൻ പിള്ളയ്ക്ക് താല്പര്യം. സ്കൂൾ പഠനത്തിനു ശേഷം അദ്ദേഹം തേവര കോളേജിൽ BA-ക്ക് ചേർന്നു. കോളേജ് പഠനകാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനാകുന്നത്. അതോടെ പഠനം പൂർത്തിയാക്കാതെ നാട്ടിലെത്തിയ രാമൻപിള്ള ബന്ധുവായ സാവിത്രിയമ്മയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. വീട്ടുകാർ ആവുന്നത് പോലെ എതിർത്തെങ്കിലും ആ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അയാൾ പാർട്ടി പ്രവർത്തനം തുടർന്നു. കോട്ടയം താലൂക്ക് കമ്മിറ്റി കേന്ദ്രീകരിച്ചായിരുന്നു പിള്ളയുടെ പ്രവർത്തനം. 1954 പാർട്ടി അംഗത്വം കിട്ടിയ പിള്ള തൊട്ടടുത്ത വർഷം തന്നെ അകലക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പിന്നീട് കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവുമായി. പാർട്ടിക്ക് പ്രതീക്ഷയുള്ള നേതാവായി രാമൻപിള്ള വളർന്നു. രാമൻപിള്ള ആയുധവുമായി നടക്കുന്ന ആളായിരുന്നില്ലെന്നും പ്രകടനക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്നും യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ പിള്ളയെ പിടിച്ച് പ്രതിയാക്കുകയായിരുന്നുവെന്നും അന്നത്തെ ചെങ്ങളം ജാഥയിൽ പങ്കെടുത്ത CPI നേതാവ് കടയനിക്കാട് VK കരുണാകരൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. രാമൻപിള്ളയുടെ ഭാര്യ സാവിത്രിയമ്മയും പാർട്ടി കേസ് ശരിയായ രീതിയിൽ നടത്തിയില്ലെന്ന് പിന്നീട് ആരോപിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഒരിക്കൽ പരോളിലിറങ്ങി വീട്ടിലെത്തിയ രാമൻപിള്ളയോട് യഥാർത്ഥത്തിൽ ചെങ്ങളത്ത് നടന്നത് എന്താണെന്ന് സഹോദരി മീനാക്ഷിയമ്മ ചോദിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ആരെയും കൊന്നിട്ടില്ല, എനിക്കാരെയും കൊല്ലാനും കഴിയില്ല, പക്ഷേ ചതിക്കപ്പെട്ടു. ചതിച്ചതാരാണെന്ന് പിള്ള പറഞ്ഞില്ല. അപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ജയിലിൽ തന്നെ കാണാനെത്തിയ മൂത്ത സഹോദരൻ ഡോക്ടർ GK പിള്ളയോട് രാമൻപിള്ള പറഞ്ഞത് പാർട്ടി കൊടുത്ത പട്ടികയനുസരിച്ചാണ് തന്നെ പ്രതിയാക്കിയത് എന്നാണ്. പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ് പിള്ള പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. മൂത്ത മകൻ പുഷ്പലാൽ കുഞ്ഞായിരിക്കുമ്പോഴാണ് രാമൻപിള്ള ജയിലിൽ പോകുന്നത്. ഭർത്താവ് ജയിലിൽ പോകുമ്പോൾ ഗർഭിണിയായിരുന്ന സാവിത്രിയമ്മ ഇന്ദുലാൽ എന്ന ഒരാൺകുഞ്ഞിന് കൂടി ജന്മം നൽകി. പിള്ള ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ജെന്നി എന്നൊരു മകളുണ്ടാകുന്നത്. ആ മകൾക്ക് കാൾ മാർക്സിന്റെ ഭാര്യയുടെ പേരാണ് പിള്ള നൽകിയത്. പാർട്ടിയിൽ നിന്നുള്ള അവഗണനയാണ് അച്ഛനെ മദ്യപാനത്തിന് അടിമയാക്കിയത്. പാർട്ടി മടക്കി വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിച്ച അദ്ദേഹം നിരാശനായാണ് ഒടുവിൽ ആത്മഹത്യ ചെയ്തത്. കല്ലൂർ രാമൻപിള്ള എന്ന സഖാവിനെ ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പിള്ളയുടെ മൂത്ത മകൻ അഡ്വക്കേറ്റ് KR പുഷ്പലാലിന്റെ വാക്കുകളാണിത്. രാമൻപിള്ളയുടെ അടുത്ത ബന്ധു ഡോക്ടർ കാനം ശങ്കരപ്പിള്ളയുടെ വാക്കുകളിലുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനതകളില്ലാത്ത കൊടിയ ചതി. ഡോക്ടർ കാനം ശങ്കരപ്പിള്ള ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: 1962 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS പഠിക്കുമ്പോൾ പലതവണ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പരോളിൽ ഇറക്കാൻ വേണ്ടി പലതവണ പാർട്ടി സെക്രട്ടറി MN ഗോവിന്ദൻ നായരെ കണ്ടിട്ടുണ്ട്. പാമ്പാടി ബ്ലോക്കിലെ മുണ്ടൻകുന്ന് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാർട്ടി പിരിവിനായി എൻ്റെ അടുത്ത് വന്ന PK വാസുദേവൻ നായരോട് പാർട്ടിക്ക് ഭരണം കിട്ടിയിട്ടും രാമൻപിള്ളയ്ക്ക് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോയ അദ്ദേഹത്തിന്റെ ശിക്ഷ ഇളവ് ചെയ്യാത്ത പാർട്ടിക്ക് ഞാൻ പിരിവ് നൽകില്ല. 10 പൈസ കൊടുക്കാതെ ഡോക്ടർ കാനം ശങ്കരപ്പിള്ള PKVയെ മടക്കി അയച്ചു. പാർട്ടി രാമൻപിള്ളയെ ഡമ്മി പ്രതിയാക്കി ബലിയാടാക്കുകയായിരുന്നു. പാർട്ടിയിൽ പെട്ടെന്ന് വളർന്നു വന്ന രാമൻപിള്ളയെ ഇല്ലാതാക്കാനായി ആരൊക്കെയോ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയായിരുന്നു അദ്ദേഹത്തെ പ്രതിയാക്കിയത് എന്ന് പലരും വിശ്വസിക്കുന്നു. ജയിലിലായ രാമൻപിള്ളയ്ക്ക് വേണ്ടി പാർട്ടി യാതൊരു ഇടപെടലും നടത്തിയില്ലെന്നത് മാത്രമല്ല, ശിക്ഷ കഴിഞ്ഞിറങ്ങി അദ്ദേഹത്തിനെ അവഗണിച്ചതും ആ വിശ്വാസത്തിന് ബലമേകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. രക്തസാക്ഷികൾക്കും പാർട്ടി കൊലയാളികൾക്കും വേണ്ടിയുള്ള പണപ്പിരിവ് ഇപ്പോഴും നിർബാധം തുടരുന്നു. സഖാവ് VS-നെ പോലും നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞ പാർട്ടി ഒരു കാലത്തും മാറുകയുമില്ല. രാമൻപിള്ളയെ പോലെയുള്ള ആയിരക്കണക്കിന് സഖാക്കളുടെ ചോരയും നീരും ജീവനും ജീവിതവുമാണ് ഇന്നത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അടിത്തറ.